ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതുവും ഗോവിന്ദനും തമ്മിൽ രഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞ് തർക്കമായി. സംസാരത്തിനൊടുവിൽ ഗോവിന്ദൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ചായ കുടിക്കട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ അവൾ ഇട്ട് കൊടുക്കുന്ന ചായ കുടിക്കാൻ പോകുന്നതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മുടെ ഗീതു അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയം ഗീതു നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുക. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട്. ഗീതു ഇറങ്ങി ചെന്നപ്പോൾ ഗീതു വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു സംഭവിച്ചത്. നമ്മുടെ ഗോവിന്ദൻ ഇറങ്ങി ചെല്ലുകയും ഗോവിന്ദനുള്ള ചായയുമായിട്ട് ദേ വന്ന് നിൽക്കുന്നു രഞ്ജു മഹാറാണി. അപ്പോൾ രഞ്ജു ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഗീതുവിന് ശരിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഗീതു ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അവളുടെ ചായ മാത്രമേ കുടിക്കുകയുള്ളൂ, അങ്ങനെ എൻ്റെ കണ്ണേട്ടനെ ചായ കുടിപ്പിക്കാൻ നമ്മൾ വിചാരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നൈസായിട്ട് അങ്ങ് ഇറങ്ങി ചെന്ന്, അയ്യോ ഇതെന്തു പണിയാണ് രഞ്ജു ഈ കാണിച്ചത്? രഞ്ജു ഇപ്പം എന്ത് പണിയാണ് കാണിച്ചത്? എനിക്കൊരു കപ്പ് കാപ്പി കൊണ്ട് തന്നു, അതിനിപ്പോൾ എന്താ ഇത്ര പ്രശ്നം? അല്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ കണ്ണേട്ടനോടല്ലല്ലോ സംസാരിച്ചത്. ഇതെന്താ കണ്ണേട്ട ഇങ്ങനെ? ഞാൻ രഞ്ജുവിനോടല്ലേ സംസാരിച്ചത്. രഞ്ജു എന്തിനാ കണ്ണേട്ടന് കോഫിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്? ഇവിടെ വീട്ടിൽ അതിഥിയായിട്ട് വന്നിട്ട് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുവാണോ ചെയ്യേണ്ടത്? അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. രഞ്ജുവിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടുകാരോടല്ലേ പറയേണ്ടത്, അല്ലാതെ അതിഥിയായി വന്ന രഞ്ജു ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചപ്പം, അങ്ങനെ ഞാനൊരു അതിഥിയായിട്ട് അല്ലെങ്കിൽ ഞാനിവിടെ ജോലി ചെയ്യുന്നത് ഗീതുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഗീതു ബുദ്ധിമുട്ടണമെന്നില്ല. എന്നെ ഒരു അതിഥിയായിട്ടല്ല മറിച്ചൊരു വീട്ടുകാരിയായിട്ട് കണ്ടു, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനിവിടെ ഗോവിന്ദൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നും ഗീതുവിനോ മറ്റാർക്കോ ഒരു പ്രശ്നം വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഗീതുവിനത് കേട്ടപ്പോൾ ദേഷ്യം വന്ന് ഗീതു ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദനും പറഞ്ഞു, അത് ശരിയാണല്ലോ, അങ്ങനെ നമ്മുടെ രഞ്ജുവിനെ നീ എന്തിനൊരു അതിഥിയായിട്ട് കാണുന്നേ? നമ്മുടെ വീട്ടുകാരിയായിട്ട് കണ്ടാൽ പോരെ, അപ്പോൾ പിന്നെ ഈ പ്രശ്നത്തിനൊന്നും ഒന്നും കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. കണ്ണേട്ടാ എന്ന് മനസ്സിൽ 100 പ്രാക്കി നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക. അല്ല ഗോവിന്ദൻ്റെ എന്ത് പണിയെ കാണിക്കുന്നത്? കോഫിയും കുടിച്ച് ഇവിടെ നിന്നാൽ മതിയോ? ഇന്നത്തെ യോഗ ചെയ്തോന്ന് ചോദിച്ചു. യോഗ ചെയ്തില്ല. എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ് ഓർമ്മിപ്പിക്കണം. ഇതൊക്കെ ഒന്ന് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തൂടെ? പഴയ ഗോവിന്ദേട്ടനായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യായിരുന്നു. എന്താ ഗീതു, ഗോവിന്ദേട്ടനെ കൊണ്ട് ഇപ്പോൾ ഒരു ജോലി നീയാണോ ചെയ്യിക്കാത്തത്? അത് കേട്ടപ്പോൾ ഗോവിന്ദേട്ടനെ കൊണ്ട് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. ഗീതു അങ്ങനെയൊന്നും ചെയ്യാറില്ലെന്നും പറഞ്ഞുകൊണ്ട് നേരത്തേനും ഗോവിന്ദൻ പറഞ്ഞു, സ്വന്തം ആരോഗ്യം നോക്കേണ്ടതേ അവനവൻ്റെ ഉത്തരവാദിത്തം. എന്തായാലും ഗോവിന്ദേട്ടൻ്റെ ആരോഗ്യം നോക്കേണ്ടത് ഇനിയിപ്പോൾ എൻ്റെ ഉത്തരവാദിത്തമല്ലേ, അതുകൊണ്ട് വാ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകണം. ഇത് കണ്ടപ്പോൾ ഗീതുവിന് ഇരട്ടി ദേഷ്യം വീണ്ടും. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യം നോക്കാൻ നീ ആരോടി എന്നുള്ള രീതിയിൽ ഗീതു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവിടെ ഗീതുവിന് മറ്റൊരു വോയിസ് കൊടുക്കുന്നില്ല ഈ രഞ്ജു. അപ്പോൾ എല്ലായിടത്തും ഇടിച്ച് കയറി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഗീതുവിനാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഗീതു ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക. ഈ സമയത്ത് ഗോവിന്ദനെയും കൂട്ടിക്കൊണ്ട് നേരെ ടെറസിലേക്ക് പോയി പുള്ളിക്കാരി. അവിടെ ചെന്ന് ഗോവിന്ദനെ അവിടെ ഇരുത്തി ഈ യോഗയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് കയറി ചെന്നു. ഗീതു അങ്ങ് കയറി ചെന്നപ്പോൾ ഈ കാഴ്ച കാണുന്നു. അങ്ങനെ ഇവരടുത്ത് ഇടപഴകുന്നതും അതുപോലെ ഓരോന്നൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ഗീതുവിന് സഹിക്കണില്ല. ഗീതുവിന് ഭയങ്കര സങ്കടം, ഗീതു ഭയങ്കരമായിട്ട് ദേഷ്യം എന്നിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ കാട്ടായവും ഈ കോപ്രായങ്ങളൊക്കെ കണ്ടുകൊണ്ട് രാധികയും വരുണും ഇങ്ങനെ പിന്നാലെ നടപ്പുണ്ട്. അപ്പോൾ ഇവളെന്തോ രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുന്നവളാണെന്നും ഇവള് ചില്ലറക്കാരി അല്ല എന്നുള്ള കാര്യം രാധികയ്ക്കും വരുണിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഗീതുവിൻ്റെ പക്ഷം നിന്നുകൊണ്ട് വന്നവളെ തുരത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് എന്തായാലും തൽക്കാലത്തേക്ക് ഇവർ മാറിയിട്ടുണ്ട്. ഗീതു ഇതിനേക്കാളും ഭേദമാണെന്നുള്ളൊരിത്. അപ്പോൾ ഗീതുവും അതുപോലെ രഞ്ജുവും തമ്മിൽ വഴക്കുണ്ടാവുന്ന ഒരു സാഹചര്യങ്ങളും ഒക്കെ ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വരുൺ അതേ സമയത്ത് നമ്മുടെ രാധിക പറഞ്ഞു, നമ്മളിപ്പോൾ ഗീതുവിന് നേരെയല്ല തിരിയേണ്ടത്, ഗീതുവിനെ നമ്മൾ നമ്മുടെ പക്ഷത്തേക്ക് ചേർക്കുകയാണ് വേണ്ടത് തൽക്കാലത്തേക്ക്. പക്ഷേ ഈ വന്നിരിക്കുന്നവളെ നമ്മൾ വളരെയേറെ സൂക്ഷിക്കണം. അവൾ എങ്ങനെയുള്ളവളാണെന്നും അവൾ ആരാണെന്നും അവൾ ഏത് തരക്കാരിയാണെന്ന് നമ്മൾ അറിയണമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗോവിന്ദേട്ടൻ്റെ കാമുകിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ കോപ്രായോ ആരെങ്കിലും കാണിക്കോ എന്നും ചോദിച്ചു വരുൺ. നീ ഇങ്ങനെ വളരെ സില്ലിയായിട്ട് ചിന്തിക്കല്ലേ. ഗോവിന്ദനും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്നോ, അല്ലെങ്കിൽ ഗോവിന്ദൻ്റെ പഴയ കാമുകിയാണോ അവള്? ഗീതുവും ഗോവിന്ദനും തമ്മിൽ അല്ലെങ്കിൽ ഗോവിന്ദനും അവളും തമ്മിൽ ഇതൊന്നും അല്ല നമുക്കറിയേണ്ടത്. അവൾ ആരാണെന്നും അവളുടെ ലക്ഷ്യം എന്താണെന്നും അവൾ എന്തിനാണ് വന്നതെന്നും അവൾ എവിടെ നിന്ന് വരുന്നുവെന്നും അവളുടെ പേരൻസ് ആരൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാതെ അവൾക്കും ഗോവിന്ദനും അവിഹിതമുണ്ടോ എന്നൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. എന്താണെങ്കിലും അവളുടെ വരവിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഗോവിന്ദിനെ സോപ്പിട്ട് നിൽക്കുന്നത്. അതിനു വേണ്ടിയാണ് അവൾ ഈ കോപ്രായങ്ങളൊക്കെ ഈ അറക്കൽ തറവാട്ടിൽ വന്ന് കാട്ടിക്കൂട്ടുന്നത്. അത് ഗീതുവിനെ മാനസികമായിട്ട് ഒരുപാട് തളർത്തുന്നുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആ തളർന്നു നിൽക്കുന്ന ഗീതുവിൽ വേണം നമ്മൾ പിടിച്ച് കയറാനെന്നും പറഞ്ഞു. അങ്ങനെ ഗോവിന്ദനെ മറ്റൊരു പെണ്ണ് കൊണ്ടുപോകാൻ നമ്മളും സമ്മതിക്കില്ല എന്നുള്ളൊരു ധാരണ ഗീതുവിലേക്ക് വരുത്തി കഴിഞ്ഞാൽ ഗീതു നമ്മൾക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യം പറയാം.
അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതുവിനെ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മകൻ ചോദിച്ചപ്പോൾ, എടാ ഇപ്പോഴത്തെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, അതിനുശേഷം ഗീതുവിൻ്റെ കാര്യത്തിൽ എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും ശത്രുവായി നിൽക്കുന്ന രഞ്ജു എന്ന് പറയുന്ന ഈ പെണ്ണിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അമ്മയും മകനും ആ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാട്ടോ. എന്തായാലും ആ ഒരു കാര്യം അവിടെ ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യാനായിട്ട് തന്നെ ഇവർ തീരുമാനിച്ചേ. ഇതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ച സമയത്ത് പിന്നീട് അവിടെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ വന്നു. അപ്പോൾ രേഖയാണെങ്കിൽ അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒരിക്കലും ഇല്ലാത്തതുപോലെ നമ്മുടെ ഗീതു അടുക്കളയിലേക്ക് ചെല്ലുന്നു. ഗീതു അടുക്കളയിലേക്ക് ചെന്നു. രേഖ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഇവർക്കുള്ള ഭക്ഷണമൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് എത്തിക്കുക. അപ്പോൾ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ ഇരുന്നു. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരിക്കുന്നു. അതായത് രാധികയുണ്ട്, ആൺമക്കൾ 2 പേരുണ്ട്. ഇവരെല്ലാം ഇരുന്ന് കഴിക്കുമ്പോൾ ഗീതുവും അതുപോലെ മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ ചുറ്റിനും നിൽക്കി ഇവർക്ക് വിളമ്പി കൊടുത്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് സെർവ് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ ഗീതു അടുക്കളയിൽ പോകുന്നതും അതുപോലെ ഗീതുവിൻ്റെ സമീപമൊക്കെ ഈ രാധിക തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ രേഖയും പറഞ്ഞു ഇന്നത്തെ ഫുഡ് എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നതാണ് നമ്മുടെ രാധിക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഗീതു ഉണ്ടായിരുന്നു, ഗീതു സഹായിച്ചു എന്ന് രേഖ പറയുമ്പോൾ, ഗീതുമോളെ ഇന്നത്തെ ഫുഡ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഗീതുമോൾക്ക് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കാൻ കഴിയുമെന്ന്, എന്നാലും പറയാൻ മതിരിക്കാൻ വയ്യെന്നും പറഞ്ഞ് ഈ രാധിക ഗീതുമോളെ എന്നും വിളിച്ചുകൊണ്ട് ഒരു 10 പ്രാവശ്യം അങ്ങോട്ട് ഗീതുവിനെ പുകഴ്ത്തി അങ്ങ് പിടിച്ചു. അത് കേട്ടപ്പോൾ ഗീതുവും രേഖയും കാഞ്ചനയും എല്ലാവരും അന്താളിച്ചിങ്ങനെ നിൽക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഗോവിന്ദൻ. അത് കേട്ടപ്പോൾ ഗോവിന്ദന് വളരെ സന്തോഷമായി. ഗോവിന്ദൻ അന്നേരം പറഞ്ഞു, എന്നാലും ഇതെന്തൊരു അത്ഭുതമാണ്, അമ്മ ഗീതുവിൻ്റെ ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞെന്നോ, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ, അതെന്താ കണ്ണ നീ അങ്ങനെ പറഞ്ഞത്, നല്ലതാണെങ്കിൽ അത് നല്ലതാണെന്ന് സമ്മതിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം, ഗീതുവിൻ്റെ ഇന്നത്തെ ഫുഡ് വളരെ നല്ലതാണ്, അതുകൊണ്ട് ഞാനത് നല്ലതാണെന്ന് പറഞ്ഞു രാധികാമ്മ. അപ്പോൾ വരുണും അതിനെ കയറി അങ്ങ് പിടിച്ചു. ശരിയാ, ഇന്നത്തെ ഫുഡ് എന്തായാലും ഗീതുവിന് പ്രിപ്പയർ ചെയ്തതാണെങ്കിലും അടിപൊളിയാണ്, നല്ലതാണെന്നും പറഞ്ഞു. അപ്പോൾ അമ്മയും മോനും ഗീതുവിന് സപ്പോർട്ടായിട്ട് സംസാരിച്ചപ്പോഴേക്കും രേഖയ്ക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു കിണ്ടാമണ്ടി ഉണ്ടെന്നുള്ളത്. ഗീതുവിനും മനസ്സിലായി. ഗീതു അന്നേരം വടിവെട്ടാൻ പോയിട്ടുണ്ട് അവർ അച്ഛാ എന്നുള്ള രീതിയിൽ ഗീതു ഇങ്ങനെ അവിടെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഈ രഞ്ജുവിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശത്രുവിനെ കൂട്ടുപിടിക്കുന്ന ഒരിതുണ്ടല്ലോ, അങ്ങനെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഗീതുവിനെ മിത്രമാക്കി വെച്ചുകൊണ്ട് രഞ്ജുവിനെ തീർക്കാനാണ് ഇവരുടെ ശ്രമം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി എപ്പിസോഡ് നാളത്തെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.